മകൾ കൗൺസിലർ, അച്ഛൻ മുൻ കൗൺസിലർ, ഇപ്പോഴത്തെ പാർട്ടി CPM ഏരിയ സെക്രട്ടറി. ഇവരുടെ നാട്ടിൽ ഒരു പ്രധാന റോഡ് കയ്യേറി 24 മണിക്കൂറും ഗതാഗതം തടഞ്ഞ് സ്റ്റേജ് കെട്ടി ഒരു നാടകം കളിച്ചു. നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. എന്താണ് സംഭവം എന്നറിയാമല്ലോ അങ്ങേക്ക്. ഒന്ന് നമുക്കതൊന്ന് വിശദീകരിച്ചാലോ. നമ്മളിപ്പോൾ ഈ കാര്യത്തെപ്പറ്റി തീർത്തും നേരെ നമുക്കറിയാവുന്നൊരു കാര്യമാണ്. ഇത് അധികാരത്തിൻ്റെ തണലിൽ നടന്ന ഒരു മുഷ്ക് എന്ന് മാത്രമല്ലേ അതിനെ പറയാൻ കഴിയൂ. അതിനപ്പുറത്തതിനെ കൂടുതൽ വിശദീകരിക്കേണ്ട ഒരു കാര്യം തന്നെ വരുന്നില്ലല്ലോ. കാരണം ഇത് എത്രയോ കോടതിയുടെ മുമ്പിലാണ് ഇതെന്ന് പറയുന്നത്. പിന്നെ യാത്രക്കാരെന്ന് പറയുന്നത് സ്ഥിരമായി വലിയ ഗതാഗതമുള്ള ഒരു ഏരിയയാണ്, അപ്പോൾ ഞാനതിനകത്ത് രസകരമായി കാണുന്നത് അത് കഴിഞ്ഞതിന് നൽകിയൊരു വിശദീകരണമാണ്. അത് റോഡ് അടച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ ഇത് മനുഷ്യർക്ക് അറിയരുത്. റോഡ് അടച്ചിടുന്ന റോഡും തുറന്നിടുന്ന റോഡും ഒക്കെ സാധാരണഗതിയിൽ നടന്നു പോകുന്നവർക്ക്, യാത്ര ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അവരെ മുൻകൂട്ടി അറിയിക്കേണ്ടതല്ലേ. ഇങ്ങനെയല്ലേ അടച്ചിട്ടിരുന്ന ഒരു റോഡിലാണ് നടത്തിയതെന്ന് കൃത്യമായി പറയുകയും അങ്ങനെ ഒരു അക്ഷരാർത്ഥത്തിൽ കള്ളം തന്നെ പറയുകയും ചെയ്താൽ ഈ മനുഷ്യരൊക്കെ വെറും വിഡ്ഢികളാണെന്നാണോ ധരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ പറയാറുണ്ട്, ജനത്തെ വിഡ്ഢികളാക്കിക്കൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നതെന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് പട്ടാപ്പകൽ നമ്മൾ മുമ്പ് നിൽക്കുന്നൊരു കാര്യം. അത് സഞ്ചാരം നടത്തിക്കൊണ്ടിരുന്ന ഒരു റോഡ്, അങ്ങനെ ഇരിക്കുന്ന ഒരു റോഡിൽ അത് അടച്ചിട്ടിട്ട് 24 മണിക്കൂർ നേരം അടച്ചിട്ടിട്ട് എത്ര പോലും ഒരു നാടകം നടത്തും. നാടകം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി, അതാണ് അതിനകത്തെ രസകരമായൊരു കാര്യം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകവും നടത്തിയിരിക്കുന്നു അവിടെ തന്നെ. ഈ നാട്ടുകാരെ മുഴുവൻ ബന്ദികളാക്കിക്കൊണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ലേ സംഭവിച്ചിരിക്കുന്നത്. ഇവരെ എല്ലാവരെയും ബന്ദികളാക്കുക എന്നുള്ളതാണ് ചെയ്തത് അവിടെ കൃത്യമായിട്ടും. എന്നിട്ട് നാടകവും ഇങ്ങനെ നടത്തിയിരിക്കുന്നു. ഇതിനെ നമുക്ക് ഏത് ഭാഷയിലാണ് അതിനെ സത്യത്തിൽ ഇത് ഭരണകൂട ഭീകരത എന്ന് പറഞ്ഞാൽ തെറ്റില്ല. ഭരണകൂട ഭീകരത എന്നാൽ ഇതൊരു മിനിമം മര്യാദ മറന്നു പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിന് ഭീകരത എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വലുതാക്കുന്നതിനപ്പുറത്ത് അതിനിപ്പുറത്തേക്ക് ഇതൊരു ലളിതമായ ചില കാര്യങ്ങളല്ലേ. ഒരു പാർട്ടി അല്ലെങ്കിൽ ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി മീറ്റിംഗ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനം, രാഷ്ട്രീയ പാർട്ടിയുടെ ആരുടെ സമ്മേളനം ആയിക്കൊള്ളട്ടെ, രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനം നടക്കുന്നു. അവിടെ ഇത്തരമൊരു പരിപാടി കാണിക്കുന്നു എന്ന് പറയുന്നതിന് നമ്മളിപ്പം അതിന് ഭീകരത എന്ന് അല്ലല്ലോ പറയേണ്ടത്. ഇത് സാമാന്യ മര്യാദ, മിനിമം മര്യാദ എന്ന് പറയുന്നത് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ആദ്യത്തെ കാര്യം. പിന്നീടാണല്ലോ ഇതിൽ ഭീകരതയിലേക്കൊക്കെ പോകുന്നത്. അങ്ങനെയല്ലേ? ഇത് വഞ്ചിയൂർ, നമ്മുടെ തിരുവനന്തപുരത്ത് നഗരസഭയ്ക്കുള്ളിൽ മനസ്സിലായി, വഞ്ചിയൂർ പോലീസ് സ്റ്റേഷന്റെ നേരെ മുന്നിൽ, ഗേറ്റിന്റെ നേരെ മുന്നിൽ, കോടതിയുടെ മുന്നിൽ ആണ് ഈ ആയുർവേദ കോളേജിൽ ഇറങ്ങി. അതെ, നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിന്റെ പുറത്തുകൂടെ ഇറങ്ങി വഞ്ചിയൂരിലേക്ക് വന്ന് വഞ്ചിയൂരിൽ നിന്ന് കൈതമുക്കിലേക്ക് പോകുന്ന ആ ഭാഗത്താണിത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയേണ്ട, ഒരു സമ്മേളന ആഭാസം ആണ് അവിടെ നടന്നിരിക്കുന്നത്. അങ്ങനെയല്ലേ അതിനെ പറയാൻ കഴിയുള്ളൂ? അല്ല, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളതിനെ വാക്കുകൾ കൊണ്ട് എത്ര അധമമെന്ന് വിശേഷിപ്പിച്ചാലും അത് മതിയാകുകയില്ല. അതുകൊണ്ട് പക്ഷെ നമ്മൾ ഇതൊരു മനസ്സിലാകാത്ത കാര്യം എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടികളെന്ന് പറയുന്നവരൊക്കെ പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നവരല്ലേ, അല്ലെങ്കിൽ പൊതുജന വികാരം മനസ്സിലാക്കുന്നവരല്ലേ, അല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ ഇവരൊക്കെ പരിണിതപ്പെട്ടല്ലോ. ഒരാൾ കൗൺസിലറായിരുന്നു, ഇപ്പോഴത്തെ കൗൺസിലറാണ് മകള്, കൗൺസിലറുടെ അച്ഛനെന്ന് പറയുന്നത് ഇപ്പോൾ ഏരിയ സെക്രട്ടറി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ മുൻ കൗൺസിലറാണ്. അങ്ങനെ ഇരിക്കെ പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യരുടെ സൗകര്യങ്ങൾ നോക്കേണ്ട കൗൺസിലർമാരുടെയൊക്കെ ജോലി എന്ന് പറയുന്നത് നല്ല മനുഷ്യൻ്റെ സൗകര്യങ്ങൾ, അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ പല കാര്യങ്ങളും ഇടപെടേണ്ടവരാണ് ഇവരെന്നൊക്കെ പറയുന്നത്. അത് ഒരു ദിവസം മുഴുവൻ അതാണ്. അത് ഇത്തരം ഒരു സംവിധാനം ചെയ്തിട്ട് ഇതിലെ ഒരു കാര്യം, അതിനെതിരെ കൃത്യമായൊരു പ്രതിഷേധം പോലും ഉയരുന്നില്ല എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു. ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പ്രതികരിച്ചു തുടങ്ങി. അത് ഇത്രയും ഇത് കഴിഞ്ഞ് സമ്മേളനം ഇത് കൂടുതലും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ വലിയ ചർച്ചയായി, പത്രങ്ങളിൽ വാർത്തയായി. ഇന്ന് മിക്കവാറും എല്ലാ പത്രങ്ങളുടെയും എല്ലാ എഡിഷനുകളിലും ഒന്നാം പേജ് വാർത്തയാണ്. അത്തരം ഒരു വാർത്തയാകുന്നത് വരെ മനുഷ്യർ ഒരു എതിരഭിപ്രായം പറയാൻ പോലും കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുവരെ ഒരു ഭയം പോലും ഉണ്ടെന്ന് തോന്നുന്നതാണ്. അങ്ങനെ ആൾക്കാരും മിണ്ടുന്നില്ല. പിന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ തന്നെ ഏത് രാഷ്ട്രീയ പാർട്ടി ആകട്ടെ, ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രവർത്തിക്കുന്നില്ലേ. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ പാർട്ടികളിൽ ആർക്കെങ്കിലും ഇത് ചൂണ്ടിക്കാണിക്കാവുന്നതല്ലേ ഇതിലെ ഒരു ശരികേട്, ഇതിനകത്തെ ഒരു മര്യാദകൾ സാമാന്യ മര്യാദയ്ക്കനുസരിച്ച് അത് ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. അത് ചെയ്യാനൊരു തയ്യാറാകുന്നില്ലെന്നുള്ളിടത്താണ് ഇതിനകത്ത് ഈ വിധേയത്വം എന്ന് പറയുന്നത് എങ്ങനെയാണോ വേണ്ടത് അവർ തന്നെ ആലോചിക്കേണ്ട കാര്യമാണ്. അടിമത്തം ഏത് പാർട്ടിക്കാരാണെങ്കിലും അത് ചിന്തിക്കേണ്ട കാര്യമാണ്. ഇവരെ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഹൈക്കോടതി എന്നൊരു കാര്യം നമ്മുടെ നാട്ടിലുണ്ട്. ഈ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വലിയ വില കൽപ്പിച്ചുകൊണ്ടാണ് കോടതി പ്രവർത്തിക്കുന്നത്. കോടതി വഴിവക്കിലേക്ക് ഇരിക്കുന്ന ഫ്ലെക്സുകൾ പോലും എടുത്ത് മാറ്റുകയാണ്.
അപ്പോൾ ഈ കാര്യം ഒരു നിയമപ്രശ്നമായി മാറി കോടതി ഇതിൽ ഇടപെടാനുള്ള സാധ്യതയില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഇതൊരു സ്വമേധയാ കേസെടുക്കാൻ സാധ്യത ഇപ്പോൾ പിന്നെ കേസ് എടുത്തിട്ടുണ്ടെന്നാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത്. 500 പേര് അതെ അതെ കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെ പോലീസ് കേസ് ഒരു ശക്തമായ കേസ് പറയാൻ പറ്റത്തില്ല, പക്ഷേ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ എന്ന് പറഞ്ഞാൽ പോലും ഹൈക്കോടതിക്ക് അതിനകത്ത് ഹൈക്കോടതിയുടെ നിരീക്ഷണം വളരെ കൃത്യമായിട്ടും ശക്തവുമായിരിക്കുമെന്ന് വേണം കരുതാൻ. കാരണം നേരത്തെ ഒരു ഹൈക്കോടതി വിധിയുണ്ട്, ഇങ്ങനെ ഒരു ഹൈക്കോടതിയുടെ ഒരു വിധിയുണ്ട്. ജനം ഈ ഹൈക്കോടതി വിധികളെപ്പറ്റിയൊക്കെ ഈ പല വിധികളെപ്പറ്റിയും ജനങ്ങൾ പൂർണ്ണമായി അവെയർ അല്ലാത്ത എന്നൊരു വിഷയം ഇതിനകത്തുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഫ്ലെക്സ് വെച്ച് റോഡൊക്കെ മറയ്ക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ, ഗതാഗതം തടസ്സപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങൾക്കെതിരായിട്ടും പിന്നെ വളരെ കൃത്യമായിട്ട് ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ഹൈക്കോടതി വളരെ ശക്തമായിട്ട് നിരീക്ഷിച്ചിട്ടൊക്കെയുണ്ട്. പക്ഷേ പിന്നെ എന്നിട്ടും പലയിടത്തും ഉണ്ട്. പക്ഷേ ചിലയിടത്തൊക്കെ അത് അനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ ചിലപ്പോഴൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പോഴൊക്കെ ഈ റോഡ് ഫ്ലെക്സും ഒക്കെ മാറ്റുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്, അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതുപോലും തടഞ്ഞിരിക്കെ ഇത് ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അതിനെതിരെ കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്. അതെ, കേരളം ഭരിക്കുന്ന അവർക്ക് പിന്നെ വളരെ പണ്ടേ കോടതികളോടൊക്കെ വലിയ പുച്ഛമാണ്. ബൂർഷ്വാ കോടതികൾ എന്നൊക്കെയാണ് അവർ കോടതികളെ ആക്ഷേപിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് നിയമലംഘനം ഓർക്കായിരുന്നു. ഇപ്പം EMS നമ്പൂതിരിപ്പാട് ഈ ഭരണഘടന വിധി ഇതിനെപ്പറ്റിയൊക്കെ ഈ ഭരണഘടന വലിയൊരു ചർച്ചയാണല്ലോ ഇപ്പോൾ. ഭരണഘടന എന്ന് പറയുന്നത് EMS നമ്പൂതിരിപ്പാട് പിന്നെ ഈ 57-ലെ ഒന്നാം ഈ സർക്കാരിൻ്റെ കാലത്ത് ബിർളയെ വിളിച്ചുകൊണ്ട് വന്നാണ് ഗ്വാളിയർ റയോൺസ് തുറക്കുന്നത്. ഈ മാവൂരിൽ ഗ്വാളിയർ റയോൺസ് തുറക്കുന്നത് ബിർളയെ വിളിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞാൽ അതിന് ഒരുപാട് ആനുകൂല്യങ്ങൾ നൽകിയാണ്. എങ്ങനെ പൊതുസമൂഹത്തിൽ ഒത്തിരി നഷ്ടം വരുത്തിയാണ് തികച്ചും സൗജന്യമായി ചെയ്തത്. അന്നതിന് പറഞ്ഞ ന്യായീകരണം, അന്നത് സത്യത്തിൽ എതിർപ്പുണ്ടെങ്കിൽ പോലും ശ്രദ്ധിക്കപ്പെട്ടില്ല. ഒരുപാട് അതിന് പറഞ്ഞ ന്യായീകരണങ്ങളിലൊന്ന് അദ്ദേഹം തന്നെ എഴുതിയ പുസ്തകത്തിൽ, ഞാൻ ഏത് പുസ്തകമാണെന്ന് ഓർക്കുന്നില്ല, ഞാൻ വായിച്ചിട്ടുണ്ട്, അദ്ദേഹം തന്നെ എഴുതി, അത് എവിടെയാണെന്ന് പറയുകയും ചെയ്യാം പിന്നെ ഓർമ്മയിലെത്തുമ്പോൾ. പിന്നെ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഈ ഭരണഘടന എന്ന് പറയുന്നത് ഇത് ഒരു പ്രത്യേക വിധത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഭരണഘടനയാണ്. ഈ ഭരണഘടന എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഒരു തരത്തിലും പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നതല്ല. ആ ഭരണഘടന അനുസരിച്ചാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അത് കേന്ദ്രമാണ് നിയന്ത്രിക്കുന്നത്. ഇതിനിടയിൽ നമുക്ക് ചെയ്യുന്നതിന് ഒത്തിരി പരിമിതികളുണ്ട്. നമുക്ക് ഇവിടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളുടെ പരിമിതികൾ എന്ന് പറയുന്നതും അതുപോലെ നമ്മൾ ഭരിക്കുന്ന ഒരു സംസ്ഥാനം നന്നാക്കി എടുക്കണമെങ്കിലൊക്കെ നമ്മൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. ഭരണഘടന എന്ന് പറയുന്നത് ഈ ഭരണഘടനാ സമൂഹം മാറാതെ, ഈ ഭരണഘടന സമൂലം മാറാതെ ഈ പറ്റിയില്ലെന്ന് പറഞ്ഞ ആളുകളാണ് ഇത് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത് ഇപ്പോഴും അത് പ്രചാരത്തിലുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇതേ ഉള്ളൂ. അപ്പോൾ ഭരണഘടന അല്ലെങ്കിൽ പിന്നെ വിധികളെ സംബന്ധിച്ച് പറയുമ്പോൾ ഇപ്പം പൊതുവേ നമ്മൾ അവലംബിക്കുന്ന ഒരു സമീപനം അങ്ങനെയാണല്ലോ. കാരണം സൗകര്യപ്രദമായ വിധികൾ വരുമ്പോൾ അത് വളരെയധികം ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു. എങ്ങനെയാണ് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയധികം ചർച്ചയാക്കുന്നു. ഹൈക്കോടതി വിധി, സുപ്രീം കോടതി വിധി എന്നൊക്കെ പറയുന്നു. എതിരായ വിധികൾ, അതായത് ഒരു ആർക്കെങ്കിലും ഭരിക്കുന്നവർക്ക് എങ്കിലും വിഷമം ഉണ്ടാക്കുന്ന ഒരു വിധി വന്നു കഴിഞ്ഞാൽ അത് നേരെ പിന്നെ അത് കോടതിക്കെതിരായിട്ട് അപ്പോൾ അത് സൈലൻ്റ് ആകുന്നു എന്നുള്ളതാണ്. ഞാൻ ഭരണഘടനയുടെ കാര്യം പറഞ്ഞത് അങ്ങനെ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയല്ല, ഈ വി ഡോണ്ട് വാണ്ട് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് ഉള്ളത് ഈ SFI ഒരു സജീവ മുദ്രാവാക്യമായിരുന്നു. ഞാൻ ചെയ്ത കാര്യമാകുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ വി ഡോണ്ട് വാണ്ട് ദിസ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് വഹിക്കാനും കഴിയില്ല, ഇത് മൊത്തം മാറ്റണമെന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായത് ഇപ്പോൾ ഭരണഘടനയാണ് ഏറ്റവും പവിത്രമായിരിക്കുന്നത് എന്ന് ഞാനൊന്ന് പക്ഷേ അങ്ങനെ ഭരണഘടനയെ വളരെ പവിത്രമായിട്ട് കാണുന്നവരാണ് ഇത്ര വലിയ നിയമലംഘനം നടത്തി ജനങ്ങളെ ഇത്രയും വലിയ ഞാൻ പറയുകയായിരുന്നു. അങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോൾ ഈ വിധിക്കും ഭരണഘടനയ്ക്കും എല്ലാത്തിനും അപ്പുറമുള്ള സാമാന്യ മര്യാദയാണ് ഇതിനകത്ത് ഏറ്റവും എനിക്ക് തോന്നുന്നത്. കാരണം ജനങ്ങളെ ഇത്രയേറെ ബുദ്ധിമുട്ടിക്കാൻ, ജനങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ഇത്രയേറെ ബുദ്ധിമുട്ടിക്കാൻ അവരെ വോട്ട് ചെയ്ത് ഇപ്പോൾ കൗൺസിലറുടെ അച്ഛനെ നേരത്തെ കൗൺസിലറാക്കി, ഇപ്പോൾ കൗൺസിലറെ ആയിട്ട് ഒരാളെ ആക്കി. അദ്ദേഹം പാർട്ടി ഏരിയ സെക്രട്ടറിയാണ്. ഇത്രയൊക്കെ പിന്നെ ജനം അവർക്ക് വേണ്ടി ചെയ്ത് ജനത്തെ ഇത്രയേറെ ബുദ്ധിമുട്ടിക്കത്തക്ക വിധത്തിൽ എന്ത് പാപമാണ് ഇതാക്കി അവർ ചെയ്തത് എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മുടെ ചിന്തയിലൂടെ വരുന്നത്. എല്ലാ നിയമങ്ങൾക്കും അപ്പുറം, ഭരണഘടനയ്ക്കും നിയമത്തിനും വിധിക്കും ഒക്കെ അപ്പുറത്ത് നമുക്ക് തോന്നുന്ന കാര്യം അങ്ങനെയാണ്.